ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പരിശുദ്ധമാകുന്ന നോമ്പിന്റെ യാത്രയിലാണല്ലോ ഞാൻ നിങ്ങളും ആയിത്തീർന്നിരിക്കുന്നത്. എന്തൊക്കെയോ ഒരു ശൂന്യത പോലല്ലേ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ ചില ശൂന്യതകളാണെന്ന് കർത്താവ് പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മുടെ കർത്താവും എല്ലാം ഉള്ളയിടത്ത് നിന്ന് ശൂന്യതയുടെ അനുഭവത്തിലേക്ക് പോയി. ശൂന്യതയുടെ ഇടമാകുന്ന നോമ്പ് ചില പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നൽകുമെന്ന് കർത്താവ് പറയുകയാണ്. അതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു അനുഭവം ക്രിസ്തു അവിടെ പറയുന്നുണ്ട്. സാത്താൻ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുവാൻ ക്രിസ്തുവിനോട് പറയുന്നുണ്ട്. ദൈവത്തിന്റെ വചനം മാത്രം മതി എനിക്കെന്ന് ക്രിസ്തുവും പറയുന്നുണ്ട്. ഒന്നാമത്തെ പരീക്ഷണത്തിൽ സാത്താൻ തകർന്നു പോകുകയാണ്. നമുക്കും ആഗ്രഹമുണ്ട്. നോമ്പായതുകൊണ്ട് നമ്മളും പലതും കഴിക്കാതെ വിട്ടുകളയുകയാണ്. കർത്താവ് പറയുകയാണ്, നിത്യമായ ഒരു ആഹാരം നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. രണ്ടാമത് സാത്താൻ ക്രിസ്തുവിനോട് പറയുന്നുണ്ട്, സകലവും നിനക്ക് തരാം, നീ എന്റെ കാൽക്കിലൊന്ന് വീണാ മതി. മനുഷ്യജീവിതത്തിൽ നമ്മളും അടിമപ്പെട്ടു പോകുമെന്ന് ക്രിസ്തു പറയുകയാണ്. ജീവിതത്തിൽ വീണു പോകാതെ ധൈര്യപൂർവ്വം ചെറുക്കുവാൻ ഈ നോമ്പ് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. സമ്പാദ്യം കിട്ടാം, മറ്റുള്ളവരെ ചതിച്ച് നമുക്ക് ജീവിക്കാം, മറ്റുള്ളവർക്ക് കിട്ടേണ്ടത് തട്ടിയെടുത്ത് ജീവിക്കാം. നോമ്പ് നമ്മോട് പറയുകയാണ്, നിന്റെ ഹൃദയത്തിൽ ശൂന്യമായി കിടക്കട്ടെ, അത് നിറയ്ക്കുവാൻ ദൈവത്തിന് കഴിയും. എല്ലാം തരാമെന്ന് പറഞ്ഞവനോട് ക്രിസ്തു പറഞ്ഞ്, എന്റെ ദൈവത്തിന്റെ കാൽച്ചുവട്ടിലല്ലാതെ ഞാൻ വേറെ ആരെയും നമസ്കരിക്കുകയില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നവർക്ക് ഒന്നും നഷ്ടമാകുകയില്ല. ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ അനുഭവം അതാണ്. നോമ്പിൽ വീണു പോകുവാൻ സാത്താൻ നമ്മെ വിളിക്കുന്ന രണ്ടാമത്തെ അനുഭവം. ക്രിസ്തു പറയുകയാണ്, ഞാൻ ജയിച്ചു, നിങ്ങളും ഈ നോമ്പിന്റെ അനുഭവത്തിൽ ജയിക്കണം. മൂന്നാമത് പറയുകയാണ്, ദേവാലയത്തിന്റെ അഗ്രത്തിൽ കൊണ്ട് നിർത്തിയിട്ട് താഴോട്ട് ചാടുക, ദൈവത്തിന്റെ ദൂതന്മാർ നിന്നെ സംരക്ഷിച്ചുകൊള്ളും. സാത്താൻ പറഞ്ഞിട്ട് വേണ്ട, ദൈവത്തിന്റെ ദൂതന്മാർ അവനെ സംരക്ഷിക്കുമെന്നുള്ളത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ കുഴി ഒരുക്കി വെച്ചിട്ട് സാത്താൻ ഇങ്ങനെ വിളിക്കുക. നമ്മളൊക്കെ പലപ്പോഴും ആ കുഴി വീഴുവാനാ ആഗ്രഹിക്കുന്നത്. നോമ്പ് നമ്മെ പഠിപ്പിക്കുകയാണ്. ക്രിസ്തു പറഞ്ഞു തരുന്നു, അവന്റെ കുഴികളിൽ വീണു പോകരുത്, അവന്റെ ഉപായങ്ങളിൽ വീണു പോകരുത്. എന്റെ ദൈവം സംരക്ഷിക്കുമെന്ന് സാത്താൻ പറഞ്ഞിട്ട് വേണ്ട എനിക്കറിയാൻ. എന്റെ ദൈവം എന്നെ സംരക്ഷിക്കുമെന്ന് എനിക്കും നിങ്ങൾക്കും ഉറപ്പുണ്ടെങ്കിൽ ആ ഉറപ്പിന്മേൽ വേറൊരാൾക്കും എതിര് നിൽക്കുവാൻ കഴിയുകയില്ല. എന്റെ ദൈവം എന്നെ ഈ ലോകത്തിൽ സംരക്ഷിച്ചുകൊള്ളും. ആരുടെയും സഹായമില്ലാതെ, ഈ ലോകത്തിന്റെ മോഹത്തിൽ വീണു പോകാതെ ഈ നോമ്പ് നമ്മെ നയിക്കുന്നുണ്ട്. സാത്താന്റെ വാക്കിൽ വീണു പോകാതെ 3 പ്രലോഭനങ്ങളിൽ ക്രിസ്തു ജയിച്ച് സാത്താൻ നാണപ്പെട്ട് തിരിച്ചു പോകുന്നൊരു അനുഭവമുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇത് കടന്നു വരുമ്പോൾ നമ്മൾ ഭക്ഷണത്തോട് അതിമോഹം കാണിക്കാതെ, സമ്പത്തിനോട് അതിമോഹം കാണിക്കാതെ, ലോകത്തിനുള്ളതിനോട് അതിമോഹം കാണിക്കാതെ, ജീവിതത്തിൽ ദൈവത്തിനോട് അതിമോഹം കാണിക്കുവാൻ നമുക്ക് കഴിയണം. ഈ നോമ്പ് നമ്മെ ജയിപ്പിക്കുന്നത് അതിലാണ്. എന്ത് പ്രലോഭനം ഉണ്ടായിക്കോട്ടെ, എന്ത് പ്രതിസന്ധിയും പ്രയാസങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും എന്തും ഉണ്ടാകട്ടെ, നമുക്ക് അനുകൂലം ദൈവമെങ്കിൽ ഈ നോമ്പ് നമുക്ക് പ്രത്യാശയുടെ ആ വലിയ പ്രകാശത്തെ ദർശിക്കുവാനിടയാകും. അപ്രകാരമുള്ള അനുഭവങ്ങളിൽ എനിക്കും നിങ്ങൾക്കും ഈ യാത്ര അനുഗ്രഹമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നിങ്ങളെയും എന്നെയും ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ.